പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് മാലാഖമാരുടെ രാജ്ഞി അങ്ങനൊരു തിരുനാളാണെന്ന്. ഓഗസ്റ്റ് 2-ാം തീയതി വളരെ പ്രത്യേകത നിറഞ്ഞ മാസമാണ്. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്, മാതാവിനെ ഓർക്കുന്ന ദിവസമാണ്. മാതാവിൻ്റെ ഭക്തരായ വിശുദ്ധരുടെ മാസമാണിത്. മാതാവിൻ്റെ തിരുനാളുകൾ തന്നെ, സ്വർഗാരോപണ തിരുനാൾ, മാതാവിൻ്റെ രാജ്ഞിത്വ തിരുനാൾ. നമ്മൾ വന്നിരിക്കുന്നതും മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ. നമുക്ക് ഈ പരിശുദ്ധ ബലി ഭക്തിയോടർപ്പിക്കാം. ഈ ദേവാലയത്തിൽ, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ് പരിശുദ്ധ ബലി അർപ്പിക്കുക എന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ പരിശുദ്ധ ബലി ഭക്തിയോടുകൂടെ അർപ്പിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളാൽ അങ്ങെ പ്രീതിപ്പെടുത്താൻ പ്രാപ്തിയില്ലാത്ത ഞങ്ങളുടെ കർത്താവായ അങ്ങ് പുത്രൻ്റെ മാതാവിൻ്റെ മാധ്യസ്ഥ്യത്താൽ രക്ഷിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് സീനായ് മലയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു, വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശനിവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരന് എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരിൽ നിന്ന് നീ വാങ്ങണം. വിളവിൻ്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിൻ്റെ വർഷങ്ങളുടെ എണ്ണമനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മളുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അങ്ങയെ സ്തുതിക്കട്ടെ. ഭൂമി അതിൻ്റെ വിളവ് നൽകി. ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അങ്ങയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവൻ ഭാഗ്യവാൻ. സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് സാമന്ത രാജാവായ ഹെറോദേസ് യേശുവിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, ഇവൻ സ്നാപക യോഹന്നാനാണ്. മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത്. ഹെറോദേസ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരുന്നു.
സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത്. എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു, അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല. ഹെറോദേസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു. എന്തെന്നാൽ അവർ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. ഹെറോദേസിൻ്റെ ജന്മദിനത്തിൽ ഹെറോദിയായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. തന്മൂലം അവൾ ചോദിക്കുന്നതെന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു. അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു, സ്നാപയോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ എനിക്ക് തരിക. രാജാവ് ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശപഥത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു. അവൻ കാരാഗൃഹത്തിൽ ആളയച്ച് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി. അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവൻ്റെ ശിഷ്യർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു. അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മാലാഖമാരുടെ രാജ്ഞി എന്ന തിരുനാളം, അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു ദേവാലയം പണിതു. അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഈ തിരുനാൾ, മാലാഖമാരുടെ രാജ്ഞി. അതിന് ഇന്ന് ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർ, കുമ്പസാരിച്ചൊരുങ്ങി ഇന്നത്തെ ദിവസം വളരെ ഭക്തിയോടുകൂടെ ചെലവഴിക്കുന്നവർക്ക് പൂർണ്ണദണ്ഡവിമോചനം എന്ന ഒരു കാര്യം പറയപ്പെടുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ദിവസം നന്നായിട്ട് ചെലവഴിക്കാം. ഈ മാസത്തിലെ വിശുദ്ധർക്കെല്ലാം ഒരു പ്രത്യേക മരിയ ഭക്തി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി. ഇപ്പം ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ഈ മാസമാണ്. വിശുദ്ധ ഡൊമിനിക് പുണ്യവാളൻ്റെ തിരുനാൾ, അതുപോലെ വിശുദ്ധ ബെർണാഡ് പുണ്യവാളൻ്റെ തിരുനാൾ. അങ്ങനെ മരിയ ഭക്തരായ വിശുദ്ധരുടെ തിരുനാൾ. അപ്പോൾ ഇന്ന് ആഘോഷിക്കുന്ന തിരുനാൾ മറ്റൊരു വിശുദ്ധൻ, വിശുദ്ധ പീറ്റർ ജൂലിയാൻ എന്ന വിശുദ്ധൻ്റെ തിരുനാളാണ്. ഇദ്ദേഹം ഒരു മാതാവിൻ്റെ ഒരു സഭയിലെ അംഗമായിരുന്നു. മാരിറ്റൺ ഫാദേഴ്സ് എന്ന് പറയുന്ന ഒരു സഭയിൽ അംഗമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിച്ചിരുന്നൊരു വിശുദ്ധനാണ്. പരിശുദ്ധ കുർബാനയിലാണ് എല്ലാത്തിനും പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന്മാർക്ക് വേണ്ടിയിട്ടും സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും ഓരോ സഭകൾ സ്ഥാപിച്ചു. അത് സൊസൈറ്റി ഓഫ് ബ്ലെസ്സഡ് സാക്രമെൻറ്റ് എന്നാണ് വൈദികരുടെ സഭയുടെ പേര്. അതുപോലെ സെർവൻസ് ഓഫ് ബ്ലെസ്സഡ് സാക്രമെൻറ്റ് എന്ന് പേരിൽ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു സന്യാസ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരിശുദ്ധ കുർബാനയോടുള്ള തീക്ഷ്ണത വ്യക്തമാക്കുന്ന കാര്യങ്ങളാണത്. ഇനി ഇദ്ദേഹം രചിച്ചിട്ടുള്ള 2 പുസ്തകങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അത് സാക്രമെൻ്റ് ഓഫ് ദ യൂക്കറിസ്റ്റ്, പരിശുദ്ധ കുർബാന എന്ന ഒരു പുസ്തകം. ഇനി പരിശുദ്ധ കുർബാനയും ക്രൈസ്തവ ജീവിതവും, അങ്ങനെ ഒരു പുസ്തകം ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അത് വളരെ പ്രസിദ്ധമാണ്. അപ്പം ഇത് പരിശുദ്ധ കുർബാനയോടുള്ള ഇദ്ദേഹത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ കുർബാന പ്രചരിപ്പിക്കാൻ, പരിശുദ്ധ കുർബാനയുടെ ഭക്തി പ്രചരിപ്പിക്കാൻ ഇദ്ദേഹം കാണിച്ചിട്ടുള്ള ആ പ്രവർത്തനങ്ങളും തീക്ഷ്ണതയും ഒക്കെ നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് സ്വീകരിക്കേണ്ട ഒരു സന്ദേശം പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുക, പരിശുദ്ധ കുർബാനയുടെ ജീവൻ നയിക്കുക. 2 തരത്തിലത് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ കുർബാനയുടെ ജീവൻ നയിക്കുക. ഒന്ന്, ഒരു പുരോഹിതനാണ് ബലിയർപ്പിക്കുന്നത്. ബലിയർപ്പണം അത്ര നമ്മളിപ്പോൾ കാണുന്ന പോലെ അച്ഛനൊക്കെ വന്നിരുന്ന് ചൊല്ലിയാൽ മതി, അങ്ങനെയല്ല. നിത്യപുരോഹിതൻ ഈശോയാണ്. ഈശോ എന്ന നിത്യപുരോഹിതൻ്റെ ബലിയർപ്പണം കുരിശുമരണമാണ്. അപ്പം ബലിയർപ്പണം അത് നിസ്സാരമല്ല, ബുദ്ധിമുട്ട് ഏറ്റെടുക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ഞങ്ങൾ വൈദികർ
ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചവരാണ്, മിനിസ്റ്റേറിയൽ പ്രീസ്റ്റ്ഹുഡ്. പക്ഷെ മാമോദീസയിലൂടെ നമ്മൾ ഓരോരുത്തരും പൊതു പൗരോഹിത്യം സ്വീകരിച്ചവരാണ്. പൊതു പൗരോഹിത്യം, അതിന് കോമൺ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയും. നിങ്ങൾക്കത് അറിയാവോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഇതൊരു പ്രബോധനമാണ്. പ്രബോധനങ്ങൾ നൽകപ്പെടണം. പ്രസംഗങ്ങളിലോ എപ്പോഴെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് നൽകപ്പെടണം. കാറ്റഗിസം ക്ലാസ്സിൽ ഇത് പഠിക്കുന്നുണ്ട്, ഏതോ ക്ലാസ്സിൽ ഇത് പഠിക്കുന്നുണ്ട്. കോമൺ പ്രീസ്റ്റ്ഹുഡ്, പൊതു പൗരോഹിത്യം എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പം മാമോദീസ സ്വീകരിച്ചവർ, അതായത് പൗരോഹിത്യം എന്ന കൂദാശ സ്വീകരിക്കാത്ത കത്തോലിക്ക വിശ്വാസികൾക്ക് എല്ലാവർക്കും പൊതു പൗരോഹിത്യമുണ്ട്. അതായത് നിങ്ങളെല്ലാവരും പുരോഹിതന്മാരാണ്. അപ്പോൾ പുരോഹിതന്മാരെന്താ ചെയ്യേണ്ടത്? നിത്യപുരോഹിതൻ എന്താ ചെയ്തത്? നിത്യപുരോഹിതൻ ബലിയർപ്പിച്ചു. അപ്പം നമ്മൾ ബലിയർപ്പിക്കണം, ബലിയർപ്പിക്കുക. ഇപ്പോൾ ഒരു അപ്പനും അമ്മയും കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുന്നത് ബലിയർപ്പണമാണ്. പണിക്കൊന്നും പോകാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങുക, അത് ബലിയർപ്പണമല്ല. മക്കൾ പഠിക്കുക, അത് ബലിയർപ്പണമാണ്. പഠിക്കാൻ പോകുമ്പോൾ തെറ്റായ പ്രണയബന്ധത്തിനും തെറ്റായ കൂട്ടുകെട്ടുകൾക്കും ഉഴപ്പിയൊക്കെ നടക്കുന്നത് ബലിയർപ്പണമല്ല. ബലിയർപ്പണം, ബലിയർപ്പണം. അപ്പോൾ എല്ലാവർക്കും ഒരു ബലിയർപ്പണമുണ്ട്, അതൊരു കാര്യമാണ്. ഇനി നമ്മൾ ഇപ്പോൾ പുതിയ ഉടമ്പടി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉടമ്പടി. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മാമോദീസയിലൂടെ പൊതു പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ ജീവിച്ചോളാമെന്ന് ഉടമ്പടി എടുത്തവരാണ് നമ്മൾ. വെള്ളവസ്ത്രം കളങ്കപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാമെന്ന് ഉടമ്പടി എടുത്തവരാണ്. അപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പനും അമ്മയും ജ്ഞാനസ്നാനം മാതാവും പിതാവും ചേർന്ന് 4 പേര് ചേർന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. അപ്പം നന്മ എന്താണെന്നറിയാം, തിന്മ എന്താണെന്നറിയാം. അപ്പം നന്മയിൽ ഉറച്ചു നിൽക്കണം, ഇല്ലേ? ഇനി വിവാഹ ഉടമ്പടി. അപ്പം ഇത്തരം ഉടമ്പടികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നിട്ട് പുതിയ ഒരു ഉടമ്പടി ഇപ്പോൾ വന്നിട്ടുണ്ട് കാലഘട്ടത്തിൽ. എവിടെയോ ഒരു പുതിയ ഉടമ്പടി വന്നിട്ടുണ്ട്. ആ ഉടമ്പടിക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ് ആളുകൾ, ആ ഉടമ്പടി. പക്ഷേ മാമോദീസയിലൂടെ, കൂദാശകളിലൂടെ നമ്മൾ എടുത്തിട്ടുള്ള ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്നത്തെ സുവിശേഷം ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ് ഹെറോദേസിൻ്റെ കുഴപ്പം? അവർ 2 പേരും കൂടി ലൈനടിയായി. ഹെറോദിയ, പേര് തമ്മിൽ സാമ്യമുണ്ട്, അതുകൊണ്ടാണോ എന്നറിയില്ല. എടി, എൻ്റെ പേരും നിൻ്റെ പേരും ഒരേപോലെ ഇരിക്കും, നമുക്കങ്ങ് ലൈനടിച്ചാലോ? പക്ഷേ ഫിലിപ്പോസിൻ്റെ ഭാര്യയാണ് ഹെറോദിയ. അതങ്ങ് യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. അവർക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം, ആദ്യത്തേത് റദ്ദാക്കാൻ കാരണവും വേണം. വെറുതെ പോയിട്ടൊരു വിവാഹം മോചിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം വിവാഹം മോചിപ്പിക്കാതെ ഹെറോദിയ ഫിലിപ്പോസിൻ്റെ ഭാര്യയായിരിക്കെ ഹെറോദസിനോട് ഒരു ചങ്ങാത്തം. അത് ആളുകളുടെ മുമ്പിൽ ഒരു രാജാവ് അങ്ങനെ ചെയ്യുമ്പോൾ സ്നാപയോഹന്നാൻ ഒരു പ്രവാചകനായതുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അത് 2 പേർക്കും ഇഷ്ടപ്പെട്ടില്ല, 2 പേർക്കും. അത് മത്തായിയുടെ സുവിശേഷമാണെന്ന് വായിച്ചു കേട്ടതും 14-ാമത്തെ 5-ാം വാക്യം, ഹെറോദേസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു. ഇനി മർക്കോസിന്റെ സുവിശേഷം 6-ാം 19-ാം വാക്യത്തിൽ ഹെറോദിയായിക്ക് യോഹന്നാനോട് വിരോധം തോന്നി, അവനെ വധിക്കാൻ അവൻ ആഗ്രഹിച്ചു. ഇതിന് 2-നും മുൻപ് മർക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഈ വധിക്കണമെന്ന് ആഗ്രഹമുണ്ടായി എന്ന് പറയുന്നതിന് തൊട്ടുമുള്ള വചനം സ്നാപയോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് നിയമലംഘനമാണ്, അന്യൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് നിയമലംഘനമാണ്. ഇത് പറഞ്ഞതിനെ തുടർന്നാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇന്നത്തെ 1-ാം വായനയിലും ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിലെ 17-ാമത്തെ വാക്യം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്, ദൈവത്തെ ഭയപ്പെടണം. അപ്പോൾ ഹെറോദിയ ചെയ്ത തെറ്റ്, ഹെറോദേസ് ചെയ്ത തെറ്റ്, ഇത് ഒരു സമൂഹത്തിന് ദുർമാതൃകയാണ്. പാവപ്പെട്ട പീലിപ്പോസ് അറിയുന്നുണ്ടോ ഇതൊക്കെ? അപ്പൊ പീലിപ്പോസിനെ ഞെരുക്കരുത്, നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ഇപ്പോൾ ഒരാൾ അനധികൃത നിയമവിരുദ്ധമായൊരു ബന്ധത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടാക്കിയാണ്. അപ്പം ആ സ്ത്രീ മറ്റൊരുവൻ്റെ ഭാര്യയല്ലേ? അപ്പോൾ ആ ഒരു പുരുഷനോട് ഇയാൾ കാണിക്കുന്ന ചതി, അപ്പം നമ്മുടെ ഭാര്യയോട് വേറൊരുത്തൻ ചെയ്താലോ? നമ്മുടെ ഭാര്യ വീട്ടിലിരിപ്പുണ്ടല്ലോ, നമ്മുടെ ഭാര്യയും വേറൊരുത്തനോട് ചങ്ങാത്തം കൂട്ടിയാലോ?
അപ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ദൈവഭയം ഉണ്ടാകണം, ദൈവത്തെ ഭയപ്പെടണം, ഉടമ്പടി പാലിക്കണം. ഇത് ബലിജീവിതമാണ്. എൻ്റെ ഭാര്യ, എനിക്കൊരു കല്യാണം കിട്ടി, ആളുകളുടെ മുമ്പിൽ കല്യാണം നടത്തിയതാ. ഇത് സമൂഹം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുന്നതാ. ഇനി ഇവനെ വേറെ ആളെ കൂടെ കണ്ടു കഴിഞ്ഞാൽ പൊക്കണം എന്നൊരു ധ്വനിയുണ്ട് അതിൻ്റെ അർത്ഥം. ആ കല്യാണം നടത്തുമ്പോൾ, പബ്ലിക്കായിട്ട് കല്യാണം നടത്തുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറവുകളുണ്ടാകാം. ഭാര്യ അത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഭർത്താവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മക്കളെ, അതാണ് കുരിശ്. ഈശോ പറഞ്ഞിട്ടില്ലേ ലൂക്കായുടെ സുവിശേഷം 9:23 ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും വഹിച്ച് എന്നെ അനുഗമിക്കട്ടെ. അതാണ് കുരിശ്. നമുക്ക് അപ്പം ഹെറോദിയ പീലിപ്പോസിൻ്റെ ഭാര്യയാണ്. ഹെറോദിയയ്ക്ക് പീലിപ്പോസിന് ഇഷ്ടമല്ല. അത് ഇഷ്ടക്കേടിന് പല കാരണങ്ങളും ഉണ്ടാകാം. ആ കുരിശ് അവിടെ വെച്ചിട്ട് ഹെറോദേസിൻ്റെ പുറകെ പോകുന്നു. അപ്പോൾ എന്ത് ചെയ്തു? കുരിശ് വഹിക്കുന്നേ ഇല്ല. ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശ് വഹിക്കണ്ടേ? കുരിശ് വഹിക്കാതെ ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കുന്നു. അപ്പം ബലിജീവിതം ബുദ്ധിമുട്ട് ഏറ്റെടുക്കലല്ലേ ബലിജീവിതം. കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും, ഇഷ്ടക്കേടുകൾ ഉണ്ടാകും എന്ന് കരുതി തോന്നിയ പോലെ നടക്കാൻ പാടില്ല എന്ന ധ്വനിയുണ്ട്. അപ്പം ബുദ്ധിമുട്ട് ഏറ്റെടുക്കുന്നതാണ് കത്തോലിക്ക വിശ്വാസ ജീവിതം. ബലിജീവിതം, ബുദ്ധിമുട്ടുകൾ ക്ഷമയോടുകൂടെ സഹിക്കുക. എൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് വഹിക്കാൻ പറ്റുകയില്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ പോയി ജീവിക്കും എന്ന് പറയുന്നത് കത്തോലിക്ക വിശ്വാസ ജീവിതത്തിന്, പൊതു പൗരോഹിത്യ ജീവിതത്തിന് ചേർന്നതല്ല. അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം. ഇനി അപ്പോൾ അങ്ങനെ ഒരു ധ്യാനമുണ്ട്. ഇനി നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ജീവിതം എന്ന് പറഞ്ഞത് രണ്ടാമതൊരു അർത്ഥം, ഞായറാഴ്ച പള്ളിയിൽ പോവുക, പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, കൂടെ കുമ്പസാരിക്കുക. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് 3 കാര്യങ്ങളാണ്. വേണ്ടത്ര ഒരുക്കവും ഭക്തിയും, 1 മണിക്കൂർ ഉപവാസം, പിന്നെ പ്രസാദപരാവസ്ഥയിലായിരിക്കണം. പ്രസാദപരാവസ്ഥയിലാകണമെങ്കിൽ കുമ്പസാരിക്കണ്ടേ. അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുക, രണ്ടാമത്തെ അർത്ഥം കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ ആ കൗദാശിക ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം ഇന്ന് മാതാവിൻ്റെ പള്ളിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ്. മാലാഖമാരുടെ അപ്പം പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയോട് മറിയം കാണിക്കുന്ന സ്നേഹം, അതായത് പരിശുദ്ധ കുർബാന ഈശോയാണല്ലോ, ഈശോയോട് മറിയം കാണിക്കുന്ന സ്നേഹം. മറിയത്തിൻ്റെ ഉള്ളിലേക്ക് ഈശോയെ തരാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മറിയം എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് സ്നേഹത്തോടെ സ്വീകരിച്ചു. എന്നിട്ടത് വിട്ടുകളഞ്ഞില്ല. ഉള്ളി കിട്ടിയ ഈശോയെ വിട്ടുകളയാതെ അത് കൂടെ കൊണ്ടു നടന്നു. ആ ഈശോ തമ്പുരാൻ പാഴ്പീഡകൾ സഹിച്ച് അങ്ങനെ പോകുമ്പോഴും മറിയം കൂടെ നടന്നു, കുരിശിൻ്റെ ചവിട്ടിപ്പോയി കൂടെ നിന്നു. എന്നിട്ട് മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി. മുറിക്കപ്പെട്ട ശരീരമല്ലേ പരിശുദ്ധ കുർബാന, മുറിച്ചു തരുന്നതല്ലേ പരിശുദ്ധ കുർബാന. അപ്പം മറിയം നമുക്ക് ചെയ്തു കാണിച്ചെന്ന് എന്താ? മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി. അപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണ്ടേ? കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടക്കുന്ന നാളുകൾ അത് പരിശുദ്ധ കുർബാനയുടെ ജീവിതമാണോ? വിശുദ്ധ പീറ്റർ ജൂലിയാൻ നമ്മളോട് പറയുന്നത് എല്ലാറ്റിനും പരിഹാരം പരിശുദ്ധ കുർബാനയുടെ ജീവിതമാണ്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം, ഈ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനി ഇതുപോലെ ഉടമ്പടി ലംഘിച്ചു പോകുന്ന, വിവാഹ ഉടമ്പടിയൊക്കെ ലംഘിച്ചു പോകുന്ന എന്തെങ്കിലും ഇങ്ങനെ ശരീരത്തോടിങ്ങനെ ഒട്ടിച്ചേർന്ന് പോയ എന്തെങ്കിലും ശീലങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. ഉരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിൻ്റെ ഭാഗമാം ശീലങ്ങളെ, ഉരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിൻ്റെ ഭാഗമാം ശീലങ്ങളെ, കഴുകി എന്നെ പുത്തനാക്കി അൾത്താരയിൽ എത്തിക്കണേ. കഴുകി എന്നെ പുത്തനാക്കി അൾത്താരയിൽ എത്തിക്കണേ. നാഥാരാധന ആരാധന, പാടാമാരാധന ആരാധന, നാദാരാധന ആരാധന,
പാടാം ആരാധന ആരാധന. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പാവം നീക്കിടും ഞാനേ, കരുതിടും എണ്ണയും പൈതനാകുവാൻ, ഇരുകിടും നിന്റെ സോഭയിൽ മലരാകിടാൻ, യേശുവിൻ ബലിയിൽ സരദം കാഴ്ചയിടാ ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയാൽ അങ്ങയുടേതായവ എപ്പോഴും അന്വേഷിക്കുവാനും സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴുതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മതിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും
ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു.
ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ രൂപതീക്ഷണായ സഹായ രാജമെത്രാനും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൽ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവൻ ഞങ്ങളെ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങളിലേക്ക് എങ്ങളിൽ കഠിനമേയും ലോകത്തിന്റെ പാപങ്ങളിലേക്ക് എങ്ങളിൽ കഠിനമേയും ലോകത്തിന്റെ പാപങ്ങളിലേക്ക് ഞങ്ങൾ സമാധാനമേ. ഇതാ ദൈവത്തിൻ
നിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ ഭക്തിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ആ അമ്മയോടൊപ്പം സ്വർഗീയ സ്നേഹത്തിൽ പങ്കാളികളാകാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നമുക്കൊന്ന് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കുന്ന നമുക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമുക്ക് നല്ല അഭിഷേകത്തോടുകൂടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് മാലാഖമാരുടെ രാജ്ഞിയുടെ തിരുനാൾ ദിവസമാണ്. ഫ്രാൻസിസ് അസീസിയുമായി ബന്ധപ്പെട്ട ഒരു തിരുനാൾ ദിവസമാണിത്. ഇന്ന് പൂർണ്ണദണ്ഡമോചനം കൽപ്പിക്കുന്നൊരു ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധമ്മ മാലാഖമാരുടെ അപ്പമായ പരിശുദ്ധ മറിയം കൂടെ കൊണ്ട് നടന്ന ഈശോയെ കൗദാശികമായി സ്വീകരിച്ച് അഭിഷേകത്തിലായിരിക്കുന്ന നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കർത്താവ് കേൾക്കട്ടെ. കർത്താവെ, ഞങ്ങൾക്ക് ശക്തമായ ഒരു അനുഭവം തരണമേ. ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അഭിഷേകത്തോട് ചേർന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ ഈ തീർത്ഥാടനം തന്നെ ഞങ്ങൾക്കൊരനുഗ്രഹമാണ്. ഞങ്ങൾ കൗദാശിക ജീവിതം നയിച്ചുകൊണ്ടാണ് അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ഈ ദാസിദാസന്മാരോട് കരുണ കാണിക്കണമേ. കാലങ്ങളായി കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ എന്നേക്കുമായി മാറിപ്പോകട്ടെ. പരിശുദ്ധ കുർബാന ഉള്ളിൽ സ്വീകരിച്ചിട്ട് പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഏതെങ്കിലും ഒരു രോഗിക്ക് വേണ്ടി ഈ ദാസിദാസന്മാർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ദൈവമേ, ആശുപത്രിയിലാണെങ്കിൽ മാരകമായ രോഗങ്ങളുള്ളവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കുടുംബത്തിൽ മക്കൾ ജനിക്കട്ടെ. കുടുംബത്തിലെ തടസ്സങ്ങൾ മാറട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. വീട് പണി പൂർത്തിയാകട്ടെ. കടബാധ്യതകൾ മാറട്ടെ. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന രാത്രികൾ നൽകണമേ. കൂടെ കൂടെ വരുന്ന അപകടങ്ങൾ കുടുംബങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും വഴിമാറിപ്പോകട്ടെ. ദൈവജനത്തെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കർത്താവെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. മരിയൻ അഭിഷേകത്തിൽ പൊതിയണമേ. ഇവിടെയുള്ള മരിയൻ അഭിഷേകം സത്യമായൊരു കാര്യമാണ്. മാതാവിൻ്റെ അഭിഷേകം, മാതാവിൻ്റെ അനുസരണത്തിൻ്റെ അഭിഷേകം, മാതാവ് സ്വീകരിച്ച ഈശോയുടെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതലും സമാധാനം ഉണ്ടാകട്ടെ. വിടുതൽ സംഭവിക്കട്ടെ. സ്വസ്ഥമായി ഉറങ്ങുന്ന രാത്രികൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു സ്വർഗീയ ആനന്ദമുണ്ടാകട്ടെ. ഉടമ്പടി പാലിച്ച് ജീവിക്കാനുള്ള കൃപ ഉണ്ടാകട്ടെ. സമാധാനം ഉണ്ടാകട്ടെ. സ്വർഗീയ ശക്തി വന്ന് ആവസിക്കട്ടെ. പൊടുന്നനെ ദൈവശക്തി വന്ന് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ
പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ